യുദ്ധത്തിൻ്റെ അച്ചുതണ്ട് മാറുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ തുടർച്ച പോലെ ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുന്നത് ഇതാദ്യമായി യുദ്ധം ആരംഭിച്ചിട്ടാദ്യമായി ഈജിപ്തിലെ ദമിയത്ത എന്ന് പറയുന്ന സ്ഥലത്തുള്ള അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള ഒരു എനർഗോസ് എന്ന വിൻ്റർ സ്റ്റോറേജ് ഫെസിലിറ്റിയിലേക്ക് വളരെ പ്രിസൈസ്ഡായിട്ട് സൂക്ഷ്മമായിട്ട് അവിടെ തന്നെ എന്ന രൂപത്തിൽ ലക്ഷ്യം വെച്ചതുപോലെ ഡ്രോൺ പോയി വീഴുകയും കനത്ത നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഗ്രീക്ക് ഉടമസ്ഥാവകാശമുള്ള കപ്പലിനും കേടുപാടുകൾ പറ്റി എന്നാണ് പറയുന്നത്. ആരാണ് ഈജിപ്തിലേക്ക് ഇങ്ങനെ ആക്രമണം നടത്തിയത്? ഇറാൻ്റെ ഭാഗത്തു നിന്നാണോ? ഇറാൻ്റെ സഖ്യശക്തികൾ ഏതെങ്കിലും സ്ഥലത്ത് നിന്നാണോ? ഹൂത്തികളാണോ? ഹെസ്ബുള്ളയാണോ? ഇതൊന്നും വ്യക്തമല്ലാത്ത വിധമാണ് ഇപ്പോൾ ഞങ്ങളെന്ന് പറയുന്ന വ്യാഴാഴ്ച രാത്രി ഇതിനെക്കുറിച്ച് സമ്പൂർണ്ണമായ ചിത്രം വന്നിട്ടില്ല. ഹൂത്തികൾ ആക്രമണം നടത്തിയെന്ന അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ കൂടി ആശങ്കയായി ഉടലെടുത്തിരിക്കുന്ന സമയമാണിത്. യുദ്ധത്തിൻ്റെ ഫോക്കസ്, അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാഖിൽ ആക്രമണം നടക്കുകയും ഇറാഖിൽ നിന്ന് മിസൈലുകൾ പുറത്തേക്ക് പോവുകയും ഡ്രോണുകൾ പോയി പതുക്കുകയും ഒക്കെ ചെയ്ത വാർത്ത നമ്മൾ അറിഞ്ഞു. മാത്രമല്ല ഇന്നിപ്പോൾ ഈജിപ്തിൻ്റെ കഥ വന്നതുപോലെ ഇറാഖിൽ നിന്ന് ചില ശക്തികൾ സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങളും എണ്ണ ഫെസിലിറ്റീസും ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയ കാര്യവും നമ്മൾ അറിയുകയാണ്. അതിനെ അപലപിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇറാഖിൻ്റെ ഭാഗത്തു നിന്ന് സൗദി അറേബ്യയിലേക്ക് ഇങ്ങനെ ആക്രമണം നടക്കുക? അത്ഭുതം ജനിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഓരോ ദിവസം പിന്നിടുമ്പോഴും പുതിയതായി രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത് ഈജിപ്റ്റ് വളരെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഒരു പക്ഷവും പിടിക്കാതെ, എന്നാൽ അത്യാവശ്യം അഭിപ്രായങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും ഗുണദോഷിച്ചുകൊണ്ട് നിൽക്കുന്ന രാജ്യമാണ്. ന്യൂട്രാലിറ്റി എന്നുള്ളത് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയുള്ള ഗ്യാരണ്ടി അല്ല എന്ന് നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളും വിശകലനങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് സൗദി അറേബ്യയുടെ പ്രതിരോധ വൃത്തങ്ങളുമായിട്ട് ഇന്നിപ്പോൾ ചർച്ച നടത്തിയതായും വിവരം കിട്ടിയിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്തുകൊണ്ട് ഇറാഖിൻ്റെ ബോർഡറിനുള്ളിൽ നിന്നുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് ആക്രമണം നടന്നിരിക്കുന്നു, ഈ വിഷയം അടക്കമുള്ളവയാണ് കൈകാര്യം ചെയ്തത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. മാത്രമല്ല കുവൈറ്റും സൗദി അറേബ്യയും തമ്മിൽ സംസാരിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ടെന്ന് പറയുന്നു. ബാബൽ മന്ദേബ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം, അതിനെ മറികടക്കുന്നത് എങ്ങനെ? അവിടുത്തെ കപ്പൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നത് എങ്ങനെ? ഈ രണ്ട് വിഷയങ്ങളും സൗദി അറേബ്യയുടെയും കുവൈറ്റിൻ്റെയും പരിഗണനാ പട്ടികയിൽ വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലും അമേരിക്കൻ സേന അതിശക്തമായി ഇറാൻ്റെ പല ഭാഗത്തും ആക്രമണം നടത്തി എന്ന റിപ്പോർട്ട് വന്നിരുന്നു. ഇറാൻ്റെ ഗാർഡിൽപ്പെടുന്ന 3 പ്രധാനപ്പെട്ട ആളുകൾ വധിക്കപ്പെട്ടു ഈ ആക്രമണത്തിൽ എന്ന റിപ്പോർട്ടും വരികയാണ്. ഇറാൻ ഇക്കാര്യം സമ്മതിച്ചിട്ടുമുണ്ട്. ഇതിനിടയിൽ യൂറോപ്യൻ രാജ്യമായ ബൾഗേറിയ തങ്ങളുടെ ചില ഭാഗങ്ങൾ അമേരിക്കൻ സേനയ്ക്ക് ബേസ് ആകാൻ വേണ്ടി, അവിടെ നിന്നുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടിയുള്ള താവളമൊരുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നത് മുതൽ ഇറാനും ബൾഗേറിയയും പണ്ടേ സുഹൃത്തുക്കളാണ്, അവർ തമ്മിൽ തെറ്റുന്ന ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുന്നു എന്ന് പുതിയ റിപ്പോർട്ടുകൾ പറയുകയാണ്. അതിന് കാരണം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി ബൾഗേറിയയുടെ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ചിട്ട് സൗഹൃദം പുതുക്കുന്നതൊക്കെ ശരി, പക്ഷേ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് സ്വീകാര്യമല്ല, അതിൻ്റെ പരിണിത ഫലം നിങ്ങൾ അനുഭവിക്കും എന്ന് സ്നേഹത്തോടുകൂടി മുന്നറിയിപ്പ് നൽകിയതായും ഒരല്പം ഭീഷണിയോടുകൂടി വെല്ലുവിളി നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുകയാണ്. അമേരിക്കയിൽ ഒരു പുതിയ സർവേ നടന്നതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. APNORC പോൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനെതിരായ യുദ്ധം, അത് അമേരിക്കൻ ജനതയ്ക്കും അമേരിക്കയുടെ മൊത്തത്തിലുള്ള സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും എങ്ങനെയാണ് ഗുണം ചെയ്യുക, അതേക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സർവേയിൽ ഭൂരിഭാഗവും, ബഹുഭൂരിപക്ഷവും ഈ യുദ്ധം അമേരിക്കയ്ക്ക് പന്തിയല്ല എന്ന അഭിപ്രായത്തിലെത്തിയിരിക്കുന്നതായിട്ടാണ് പോളിൻ്റെ റിസൾട്ട് പറയുന്നത്. അതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും ഡെമോക്രാറ്റുകളും ഒരുപോലെ പ്രസിഡന്റിനെതിരെ ഇങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ അനിവാര്യത ഇല്ലായിരുന്നു എന്ന മട്ടിൽ പോൾ രേഖപ്പെടുത്തിയെന്നാണ് പറയുന്നത്. യുദ്ധം പ്രമാണിച്ച് ഫെബ്രുവരി 28 ശേഷം ഇതുവരെ ജൂലൈ 30 വരെയുള്ള സമയത്തിനുള്ളിൽ
1350 കോടി ദിർഹത്തിൻ്റെ ഈ കടബാധ്യതാ വായ്പകൾ നീട്ടി നൽകുന്നതിൻ്റെ EMI ഡെഫറൽ ആക്കുന്നതിൻ്റെ ആനുകൂല്യം ആളുകൾക്ക് കിട്ടി എന്ന അറിയിപ്പാണ് സെൻട്രൽ ബാങ്കിനെ കൂടി ഉദ്ധരിച്ചുകൊണ്ട് കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ടായി വരുന്നത്. ഒരുപാട് പേരുടെ തിരിച്ചടയ്ക്കാനുള്ള ആ ഒരു സമയപരിധിയിൽ മാറ്റം വരുത്തിക്കൊടുത്തു, ഈ ഇളവ് വരുത്തിക്കൊടുത്തു, കുറച്ചൊക്കെ അയവ് വരുത്തിക്കൊടുത്തു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. 1,35,000 കസ്റ്റമേഴ്സിന് ഇതുകൊണ്ട് ഗുണം കിട്ടി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ സാധാരണക്കാരായിട്ടുള്ള ഈ വ്യക്തിപരമായി വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി 200 കോടി ദിർഹത്തിൻ്റെ വ്യക്തിപരമായ കടബാധ്യതകൾ അങ്ങനെ തിരിച്ചടയ്ക്കുന്നതിന് ഇളവ് കിട്ടി എന്ന കണക്കാണ് പുറത്തു വരുന്നത്. കോർപ്പറേറ്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും SMEക്കുമൊക്കെ അതിൻ്റേതായ ആനുകൂല്യം കിട്ടിയ കൂട്ടത്തിലാണ് 200 കോടി ദിർഹത്തിൻ്റെ വ്യക്തിപരമായ വായ്പകൾ തിരിച്ചടയ്ക്കുന്ന കാര്യത്തിലെ ഇളവിനെക്കുറിച്ച് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഏതായാലും അത്രയെങ്കിലും കിട്ടിയത് വലിയ ആശ്വാസമായി ഒരുപാട് ആളുകൾക്ക് മാറിയിട്ടുണ്ട്. Night updates supported by ELL Properties, Explore Education, Impulse Warehouse, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.